ഹായ് ഫ്രണ്ട്സ്, SD മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സർക്കുലർ പലാസോ പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ക്രേപ്പാണ്. 2.25 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന അളവിൽ നിന്നും നിങ്ങളുടെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മെറ്റീരിയലും കൂടുതൽ എടുക്കണം. ആദ്യം നമുക്ക് ക്ലോത്ത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതെന്ന് പേപ്പറിലൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതാണ് ലെങ്ത് വാക്ക്, ഇത് വീതി വാക്കുമാണ് വരുന്നത്. ആദ്യം നമുക്ക് ലെങ്ത് വൈസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ എങ്ങനെയാണോ ഈ പേപ്പറിൽ ഫോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്ലോത്തിലും ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഫോൾഡായിട്ട് വരുന്ന സൈഡ്, ബാക്കി മൂന്നും ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡാണ്. ഇനി ഈ ഫോൾഡായിട്ട് വരുന്ന സൈഡ് ഇതുപോലെ മറു സൈഡിലോട്ട് ആ അരികൾ ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഹിപ്പ് വിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് ലെങ്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ക്ലോത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോൾഡായിട്ട് വരുന്ന സൈഡ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ പിടിച്ച് മറു സൈഡിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഈ അരികുകൾ കറക്റ്റ് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം. മുകൾ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. നമുക്കിവിടെ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 അളവുകളാണ് വേണ്ടത്. ടോട്ടൽ ലെങ്ത്, വേസ്റ്റ് വിഡ്ത്ത്, ഹിപ്പ് വിഡ്ത്ത്. വേസ്റ്റ് വിഡ്ത്ത് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. ഹിപ്പ് വിഡ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ അരയുടെ ഏറ്റവും വണ്ണമുള്ള ഭാഗത്തെ വിഡ്ത്താണ് എടുക്കേണ്ടത്. ടേപ്പ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. കറക്റ്റ് അളവ് തന്നെ എടുക്കണം. അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് പോയി നോക്കിയാൽ മതി. എനിക്കിവിടെ ഹിപ്പ് വിട്ട് 38 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ചോ 4 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കുറഞ്ഞത് 1 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തപ്പോൾ 11.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി എടുക്കണം. 11.5 ഇഞ്ചിൻ്റെ പകുതി 5.25 ഇഞ്ചാണ്. ആ 5.25 ഇഞ്ച് ഈ കോണായിട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ടേപ്പ് ഇതുപോലെ താഴത്തോട്ട് കൊണ്ടുപോകണം. സ്ട്രെയിറ്റ് ആയിട്ട് എന്നെ താഴത്തോട്ട് കൊണ്ടുവരണം. എവിടെയാണോ നമുക്ക് 11.5 ഇഞ്ച് കിട്ടുന്നത് അവിടെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ ആ കോണായിട്ട് വരുന്ന ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. 2 സൈഡും സെയിം അളവ് തന്നെ കിട്ടണം. എനിക്കിവിടെ 15.5 ഇഞ്ച് തന്നെയാണ് 2 സൈഡും കിട്ടിയിട്ടുള്ളത്. ആ സെയിം അളവ് തന്നെ നമുക്ക് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 സൈഡും സെയിം അളവല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്ന് ടേപ്പ് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ ടേപ്പ് ഇതുപോലെ വെച്ച് അവിടെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 12 ഇഞ്ചായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കാതിരുന്നത്. നമ്മളിത് മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടായിരിക്കും കിട്ടുന്നത്. ഞാനിവിടെ എലാസ്റ്റിക്ക് 1.5 ഇഞ്ച് വീതിയുള്ളതാണ് വയ്ക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 36 ഇഞ്ചാണ് എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത്. അതിൽ നിന്നും 1.5 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 34.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് സീം എലമെൻറ്റ്സും കൂടെ ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കത് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ മുകളിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1.5 ഇഞ്ച് സീം എലമെൻറ്റ്സും കൂടെ ചേർത്തിട്ട് 36 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലും താഴെയും ഒരുപോലെ തന്നെ ടേപ്പ് ഇതുപോലെ നീക്കി വെച്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഹിപ്പ് വിഡ്ത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2-3 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മളിവിടെ 1.5 ഇഞ്ചിലാണ് എലാസ്റ്റിക് വെക്കുന്നത്. ആ 1.5 ഇഞ്ച് ടേപ്പ് ഇതുപോലെ മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. എനിക്കിവിടെ ടോട്ടൽ ഹിപ്പ് വിട്ട് 38 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെയാണ് ഞാനിവിടെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും. ഇനി നിങ്ങൾക്ക് അവിടെ കുറച്ച് ലൂസായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ 3, 4, 5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഉള്ളിലോട്ട് ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ 3-3.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഈ 2.5 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു പോയിന്റിലോട്ട് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിവിടെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്നും കുഴിച്ച് മാർക്ക് ചെയ്യരുത്. ചെറിയൊരു കർവായിട്ട് വരുന്ന രീതിയിൽ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴത്തോട്ട് വേറെ മാർക്കിംഗ് ഒന്നും ഇല്ല. അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിവിടെ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് 2 പീസ് ക്ലോത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റിയ പീസിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസ് ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ എക്സ്ട്രാ ഉള്ള ക്ലോത്തില്ലേ അത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഏതുവരെയാണോ ഇല്ലാത്തത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ 2 പീസും 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ആ ഒരു പീസ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വെക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉള്ളിലോട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്ന പീസില്ലേ അത് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ആ സെയിം അളവിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. ജോയിൻറ്റ് ചെയ്യേണ്ട 2 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മറ്റേ പീസും അതുപോലെ തന്നെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പീസ് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ എക്സ്ട്രാ താഴത്തോട്ട് നിൽക്കുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിട്ടിരുന്നത് പോലെ തന്നെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ചേർത്ത് വെച്ചിട്ട് നോക്കണം. കണ്ടോ, ക്രോച്ച് ഏരിയ അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ആണോ എന്ന് അറിയാൻ പറ്റും. എനിക്കിവിടെ ചെറിയൊരു വ്യത്യാസം വന്നു, അപ്പോൾ അതൊന്ന് ഞാൻ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വെക്കേണ്ട ക്ലോത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു ക്ലോത്താണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് താഴെ കട്ട് ചെയ്ത് മാറ്റിയപ്പം എക്സ്ട്രാ വന്ന ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. എനിക്കിവിടെ അതിന് ക്ലോത്ത് തികയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് പീസിലെന്നാണോ കിട്ടുന്നത് അതൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കരഭാഗം ആയതുകൊണ്ട് ആ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കണം, 3 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത്. അതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് എടുക്കേണ്ടത്, 3 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2-3 അടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് തന്നെ എല്ലായിടവും കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഹിപ്പ് വിട്ട് 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 12 ഇഞ്ചായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ 12ൻ്റെ ഇരട്ടിയെങ്കിലും നമുക്കിവിടെ ഒരു പീസിലെന്ന് കിട്ടണം. 24 ഇഞ്ചാണ് 12ൻ്റെ ഇരട്ടി വരുന്നത്. അപ്പോൾ എനിക്കിവിടെ 24 ഇഞ്ചും അതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ അധികമായിട്ട് വരുന്നുണ്ട്. ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 4-5 ഇഞ്ച് അധികമായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി.
അടുത്ത പീസിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് 24 ഇഞ്ച് കിട്ടുന്നുണ്ട്. അധികമായിട്ടൊന്നും വരുന്നില്ല, കറക്റ്റ് 24 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ആ ഒരു പീസിൻ്റെ പുറത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ആ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസിനെ ഒന്ന് നിവർത്തിയെടുക്കണം. ഇതിപ്പോൾ 2 പീസുകളാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് കയറ്റി 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമില്ലേ, അത് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ചെടുക്കണം. കണ്ടോ, കറക്റ്റ് ആ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് നമുക്ക് ആ ജോയിൻറ്റ് വരുന്ന ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് താഴെ നിന്നേ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് മാത്രം മതി അവിടെ തയ്യൽ തുമ്പ്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മളിവിടെ സൈഡ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ എലാസ്റ്റിക് വെക്കേണ്ട പീസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 2 പീസായിട്ടിരുന്ന ക്ലോത്ത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എലാസ്റ്റിക് വെക്കേണ്ട പീസ് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഹിപ്പ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്ന രീതിയിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ 23 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കിട്ടുന്നത്. ക്ലോത്തിൽ 2 ഇഞ്ച് അധികമായിട്ട് വരുന്നുണ്ട്. നിവർത്തി എടുക്കുമ്പോൾ 4 ഇഞ്ച് വരും. ഇതിപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തല്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് തന്നെ കട്ട് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അധികമായിട്ട് വരുന്നത് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഞാൻ പാൻറ്റിൻ്റെ ചീത്ത സൈഡിലായിട്ട് ക്ലോത്തിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നേരെ തിരിച്ച് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നല്ല സൈഡുകൾ ചേർത്ത് വെച്ച് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് അധികമായിട്ട് വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പീസിൽ 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അത് നമുക്ക് ലാസ്റ്റ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടേക്കുന്നത്. ഇതുപോലെ 2 പീസും ചേർത്ത് വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കുറച്ചൊന്ന് നീക്കി വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ വേണ്ടി. ഇനി നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്യാൻ 1/2 ഇഞ്ച് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പീസുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് നമ്മൾ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പീസില്ലേ, അതുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഇതുപോലെ ആദ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്തൂടെ അല്ല, ആ ഫോൾഡായിട്ട് വരുന്ന അരികിൽ കൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. എങ്കിലേ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റ് കാണത്തുള്ളൂ. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ പീസിനെ നേരത്തെ നമ്മൾ 2 പീസുകളും ജോയിൻറ്റ് ചെയ്ത ഭാഗമില്ലേ, അതിൻ്റെ പുറത്തായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് എത്തുമ്പോൾ 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടേക്കണം. അത് നമുക്കതിലെ ഇലാസ്റ്റിക് കടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതുപോലെ 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ വീതിയിൽ സ്റ്റിച്ച് ചെയ്യാതെ കൊടുത്തേക്കണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിൽ നിന്നും 3-4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ 35 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത്. അതിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 31 ഇഞ്ചായിട്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ജോയിൻറ്റ് ചെയ്യുമ്പം അവിടെയും 1 ഇഞ്ച് പോവും.
അപ്പം ടോട്ടൽ 4 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 5 ഇഞ്ച് കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അതനുസരിച്ച് എടുക്കണം. സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കിതുപോലെ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കാം. ഇത് ഉള്ളിലോട്ട് കടത്തിയെടുക്കുന്നതനുസരിച്ചിട്ട് ബാക്കിലോട്ട് ഈ ഒരു ക്ലോത്ത് ഒന്ന് വലിച്ചു വിട്ട് കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റായിട്ട് കയറി വരത്തുള്ളൂ. എലാസ്റ്റിക് നമ്മളിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിൽ കയറി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ 2 പീസും കൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടു, ഇതുപോലെ 5-6 പ്രാവശ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി ഇത് ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റി എടുക്കണം. ഇനി ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടില്ലായിരുന്നോ, അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടെ കയറാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാ സൈഡും ഒരുപോലെ ചുരുക്ക് വരുന്ന രീതിയിൽ എടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വലിച്ച് പിടിക്കണം കേട്ടോ, എങ്കിലേ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ എല്ലായിടത്തും ആ ഒരു ചുരുക്ക് ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് വലിച്ച് പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒറ്റ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ റോൾഡ് ഹെം ഫൂട്ട് വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലോക്ക് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു പലാസോ പാൻറ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.